ഓക്കെ, സബ്ജക്ട് പറയാണ്. പഴയ ഫാഷൻ, പുതിയ ഫാഷൻ. അതായത് പഴയ കാലത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, വസ്ത്രം സ്റ്റൈലും ഇപ്പോഴത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലും. ഓക്കെ, ഏതാണ് നല്ലത്? ഇനി നിങ്ങൾ ആരാണ് ഫോർ ആൻഡ് അഗൈൻസ്റ്റ്? എന്താണ് ഹെഡ്? ഹെഡ് വേണോ, 10 വേണോ, അതോ ഇത് വേണോ? ഹെഡാണ് നമ്മുടെ ഭാഗ്യം. ഹെഡ്. അതായത് ഇപ്പൊ ഞാൻ ഇത് ഇടുമ്പോ ഇപ്പൊ എനിക്ക് ടോസ് കിട്ടുന്ന അഖിലിനാണെങ്കിൽ അഖിലിന് ചൂസ് ചെയ്യാം 4 വേണോ എഗെയിൻസ്റ്റ് വേണോ എന്നുള്ളത്. അപ്പൊ അഖിലിന് എന്താ വേണ്ടത്? ഇപ്പൊ ടെയിലല്ലേ വേണ്ടത്? ഹെഡ് ടെയില്. ഓക്കെ, അറിയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞടി ഡയനിക്ക് തീരുമാനിക്കാം 4 വേണോ അഗെയിൻസ്റ്റ് വേണോ. ഞാൻ അഗെയിൻസ്റ്റ്. ഇത് പുതിയ ഫാഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇത് പഴയ ഫാഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ വിചാരിക്കും ഞാൻ സാരി കൊടുത്ത് വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇല്ല, ഞാൻ ക്യാരി ചെയ്തത് വളരെ കംഫർട്ടബിൾ ആയിട്ടാണെങ്കിൽ കൂടി അത് അങ്ങനെയല്ല. എനിക്കിത് വളരെ ബുദ്ധിമുട്ടാണ്. നോക്കി, ഇതിങ്ങനെ ഇടുന്നതും ഇങ്ങനെ പിടിക്കുന്നതും ഇതിങ്ങനെ ചുറ്റിയെടുക്കുന്നതിന് എത്ര സമയം എടുത്തെന്ന് അറിയാമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇത് പഴമയിലുള്ളൊരു ശസ്ത്രമാണ്. ഇതൊരു ഷോ ആയതുകൊണ്ടും കുറച്ച് ആഡംബരം വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സാരി എടുത്തത്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞപ്പോഴേ അതിൽ തന്നെ ഞാൻ പറയാനുള്ള ആൻസർ മുഴുവനില്ല. ഇന്നും എല്ലാവരും എന്ത് ജനറേഷനിൽ പുതിയ ഏത് വസ്ത്രം എവിടെ എങ്ങനെ എപ്പോൾ ഇറങ്ങി എന്ന് പറഞ്ഞാലും മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അന്നും ഇന്നും ഒരു പ്രത്യേക ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് ഫംഗ്ഷൻ നടക്കുന്നു. കോളേജിൽ എന്ത് ഫ്രീക്ക് ഡ്രസ്സ് നടക്കുന്ന പെൺകുട്ടിയും ഉടുത്തുകൊണ്ട് പോകുന്നതിന്റെ പേരാണ് സാരി. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഈ പ്രായം മുതൽ അമ്മമാരും ആന്റിമാരും ചേച്ചിമാരും ഉടുത്തുകൊണ്ട് വരുന്ന വസ്ത്രത്തിന്റെ പേരാണ് സാരി. കോളേജിൽ ഓണാഘോഷം എന്താഘോഷം വന്നാലും ആമ്പിള്ളേർ നിക്കറിട്ടും ഷോർട്ട്സും നടക്കുന്ന ആമ്പിള്ളേർ ഇട്ടുടുത്തിട്ട് പോകുന്ന വസ്ത്രത്തിന്റെ പേരാണ് മുണ്ട്. കല്യാണം, കേരളത്തിന്റെ ട്രഡീഷണൽ ഹിന്ദു സംസ്കാര കല്യാണം വരുമ്പോൾ അതിൽ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ പേരാണ് മുണ്ടും ഷർട്ടും സാരി, അതും പട്ട് സാരി. അതുകൊണ്ട് അത് തന്നെയാണ്. അതായത് എപ്പോഴാണ് വല്ലപ്പോഴും ഒക്കേഷണലി മാത്രമാണ് ഈ സാരിയും മുണ്ടും ഷർട്ടും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കോളേജിൽ പോകുന്ന പിള്ളേർ ഡെയിലി സാരി എടുത്ത് പോകാറുണ്ടോ? ഇല്ല. അമ്പലത്തിൽ പോകുമ്പോൾ ഡെയിലി സാരി എടുത്ത് പോകും. പട്ടുപാവട എടുക്കുമായിരിക്കും, ചുരിദാർ ഇടുമായിരിക്കും, പുതിയ രീതിയിലുള്ള കുർത്ത ഇടുമായിരിക്കും, പലാസോ ഇടുമായിരിക്കും. ഇതൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്, പുതിയ കാലത്തിന്റെ വസ്ത്രങ്ങളാണ്. അങ്ങനെ പോകും. കല്യാണങ്ങളുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാരി മാത്രമല്ല കൊടുക്കുന്നത്, വളരെ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ന്യൂജൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ബോത്ത് ഗ്രൂം ആൻഡ് ബ്രൈഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന് ഇന്ന് നമ്മൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ബീച്ചിലേക്ക് പോകുന്നു, കാറ്റ് കൊള്ളാനാണ് ബീച്ചിൽ പോകുന്നത്. ഇന്നത്തെ ജനറേഷനിൽ ഇറങ്ങി ഏതെങ്കിലും വസ്ത്രം ഇട്ട് ഒരു ബീച്ചിൽ പോയി കാറ്റ് കൊല്ലാൻ പറ്റുമോ? കാറ്റ് കയറും, ഇറങ്ങി പോവില്ല. പക്ഷേ ഒരു മുണ്ടെടുത്ത് ഒരു ബീച്ചിൽ പോയി മടത്ത് കെട്ടി നോക്ക്. ശരി, മുണ്ടെടുത്ത് നമ്മൾ ബീച്ചിൽ പോയി, മുണ്ടഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പക്ഷെ ഒരു നിക്കറിട്ടാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും അഴുതില്ല, കാരണം ഒരു എലാസ്റ്റിക് ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി ഒന്ന് വെള്ളത്തിലേക്ക് കളിക്കണമെങ്കിൽ അല്ലെ മുണ്ടിന്റെ തണുപ്പൊക്കെ ഇങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ മുണ്ട് തന്നെ വേണം. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. നേരെ മുണ്ട് കൊടുത്ത് ചക്കുപോത്ത് പോയി നിന്ന് നോക്കി, ഇത്രയും പൊക്കി വെച്ചിട്ട് ഞണ്ട് വന്ന് എവിടെയൊക്കെ പോകുന്നത് ദൈവത്തിനെ അറിയാൻ പറ്റും. ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ബിവറേജ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ പോകുന്ന സ്ഥലത്തിന് വേണ്ടി ബിവറേജ് മുണ്ടെടുത്തിട്ട് അവിടെ പോയി ഒരു 1.5 ലിറ്റർ സാധനമില്ല, ഒരു സാധനം എടുത്ത് നേരെ ഒന്ന് ഇവിടെ തിരികെ വെച്ചിട്ട് 3 സ്റ്റെപ്പ് ഇടങ്ങുമ്പോൾ അടിയിൽ നിക്കറിലേക്ക് ഇത് റോട്ടിൽ കിടക്കും. പക്ഷേ നമ്മൾ പാന്റ് ഇട്ടിട്ട് പോവാണ്, പോക്കറ്റ് വെക്കാം, ഇവിടെ വെക്കാം, ഒന്നുമില്ല, സോക്സിലെങ്കിലും തങ്ങി കിടക്കും. ശരി, മുണ്ടെടുത്ത് എപ്പോഴും ബിവറേജിൽ പോകുന്ന ആളും പറയുന്ന വസ്തുതയായ കാര്യമായതോടെ എനിക്കൊന്നും ഒബ്ജക്ഷൻ ഇല്ല, കാരണം എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ബിവറേജിൽ പോറില്ല ഇയാളെ പോലെ. അത് ഞങ്ങൾ ബാറിലാണ് സ്ഥിരമായി പോകുന്നത്. ഞങ്ങൾ എപ്പോഴും ഷെയർട്ടടിക്കുന്നതാണ് ശ്രീവിദ്യ. ഓക്കെ, ഈ ഒരു സാരിയുടെ കാര്യം എടുക്കൂ, നോക്കിക്കേ. നോക്കൂ, ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്നു. ഈ പിന്നില്ലായിരുന്നെങ്കിൽ എന്റെ സാരി അപ്പം തന്നെ സാരി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 4 ആണോ അഗൈൻസ്റ്റ് ആണോ സംസാരിക്കുന്നത്? ഒന്നുമില്ല, രാത്രി മുണ്ടെടുത്ത് കിടന്നുറങ്ങി നോക്കണം. മുണ്ടെടുത്ത് കിടന്നുറങ്ങണം. ഞാനിപ്പോ മുണ്ട് സപ്പോർട്ടല്ലേ അല്ലേ? മുണ്ടെടുത്ത് രാത്രി കിടന്നുറങ്ങി നോക്കണം. രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഈ ഉറക്കത്തിൽ അങ്ങോട്ടൊന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ മുണ്ട് അവിടെ നമ്മൾ ഇവിടെ സ്വിച്ച് ചെയ്താൽ ഒന്നുമില്ല. ഈ മുണ്ട് അവിടെ കിടന്ന രാവിലെ ഡോറ് ലോക്ക് ചെയ്തതിൽ വന്ന് തുറക്കുന്നവർ എന്ത് കാണും? രാത്രി ആവുമ്പോ കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് സംഭവം ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് കാണും? മറ്റത് ഒരു സേഫ് ആയിട്ട് കിടക്കാം, നിക്കർ തൊട്ട് എലാസ്റ്റിക് വള്ളി ഒന്ന് വലിച്ചൊക്കെ സൂപ്പർ ആയിരിക്കും. ഒന്നും കാണാൻ പാടില്ലാത്തത് ആരും കാണത്തില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു തലമുറയും ഓപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ട്രെൻഡി വസ്ത്രങ്ങൾ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോ ഒരു സാരി മാത്രമല്ല, മറ്റേ അതല്ല, എന്തുമാത്രം ഓപ്ഷൻസ് ആണ്. കുർത്തയുണ്ട്, ചുരിദാറുണ്ട്, അനാർക്കലിയുണ്ട്, പ്ലാസോ ഉണ്ട്, ലെഗിങ്സ് ഉണ്ട്, ഡാങ്കറി ഉണ്ട്,
ജംപ് സ്യൂട്ട് ഉണ്ട്, ക്രോപ്പ് ടോപ്പ് ഉണ്ട്, ബാഗി ജീൻസ് ഉണ്ട്, Skinny jeans ഉണ്ട്, സ്കിന്നി ജീൻസ് ഉണ്ട്, Short dress ബിക്കിനി ഉണ്ട്, ഉണ്ട്, mini ബാഗി ജീൻസ് ഉണ്ട്. എന്റെ ദൈവമേ, അയ്യോ, ആലോചിച്ച് നോക്കിയേ, ഈ വസ്ത്രങ്ങളുടെ പേര് പറയുമ്പോ തന്നെ നാക്ക് കുരുക്കി ഭരിച്ചു പോകും. വേറെ ഒന്നിനും നമ്മൾ രാവിലെ തൊട്ട് ഓഫീസിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇൻഷർട്ട് മറ്റേ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഷൂട്ട് ഇൻഷർട്ട് ചെയ്ത് തൂത്ത് ടൈയും കെട്ടിയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഒരു ലുങ്കി എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഈ ലോകത്തുള്ള ഇന്നത്തെ ജനറേഷനിൽ ഏത് വസ്ത്രം ഇട്ടാലും കിട്ടൂല. പിന്നെ അതുപോലെ രാവിലെ പോയി ജീൻസ് വിട്ട് ടോപ്പ് വിട്ട് പക്ഷേ ഇതിന്റെ വേറൊരു കാര്യം കൂടെ, ഇത്രയും ഇൻഷർട്ട് ചെയ്ത് എല്ലാം ഇട്ട് ഒരു കൈലിയെടുത്ത് കൊടുത്ത് നിൽക്കുമ്പം നേരെ ഉടുപ്പ് കൂടാതെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോ അപ്പുറത്തെ ചേച്ചി വെള്ളം കോരിക്കൊണ്ട് നിൽക്കും അവിടെ. ഇവൻ ഒരു ടീഷർട്ടും നിക്കറുവാൻ ഇട്ടിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ട്. അവൻ എന്ത് വിചാരിക്കും ആ ചേച്ചി? അവരെ മറ്റേ പഴയ ശരപഞ്ചരത്തിലെ ജയം മറ്റേ എണ്ണതേ പോലെ ഇയാൾ ഇറങ്ങി വന്ന് നിന്നാണെന്ന് പറഞ്ഞ് ഇവനെ ശ്രീലമ്പടനാക്കും. പക്ഷേ അഖിലേ മതി. ഓക്കെ അല്ലടാ നീ? ഓക്കെ നമ്മളെ ശ്രീവിദ്യ അല്ല ശ്രീവിദ്യ എന്നിട്ട് നേരെയാണെടാ. അതാ സ്വിച്ച് ആയി പോയതാടാ പെട്ടെന്ന്. സോറിടാ. Thank you.